ഇതാണ് കാക്കോത്ത് ഭഗവതി, ശ്രീ കാക്കുന്നത്ത് കാവ് ഭഗവതി. ഈ വീഡിയോയുടെ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആദ്യ ഭാഗം ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ തെയ്യത്തിൻ്റെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് ശ്രീ സന്തോഷിൻ്റെ വീട്ടിൽ വന്നതാണ്. സന്തോഷിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞത്. ശ്രീജേഷിനെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ സന്തോഷിനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് ഇനി പ്രധാന പരിപാടിയായിട്ടുള്ള ഭഗവതിക്ക് വലിയ തിരുമുടി വെക്കുന്ന ആ ഒരു കാഴ്ചയുണ്ട്. അത് കാണാനായിട്ട് വീണ്ടും നമ്മൾ കാക്കോത്ത് ശ്രീ കാക്കുന്നത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 10 മണി ആകാറായിട്ടുണ്ട്. 10 മണിക്ക് ശേഷമാണ് തിരുമുടി വെപ്പ് ഭഗവതി, കറുത്ത മുഖമുള്ള ഭഗവതി എഴുന്നള്ളത്. ഈ കറുത്ത മുഖമുള്ള തെയ്യം വളരെ അപൂർവമായിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-25,000 പേരോളം ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്നതാണ്. ഉത്സവത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും തന്നെ ഭക്ഷണം ഇവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഇതാണ് പടിപ്പുര. ഈ പടിപ്പുരയ്ക്ക് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഭഗവതി തെയ്യത്തിൻ്റെ മുഖം. അത് ഫ്രണ്ടിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കടാവിളക്കിലൊക്കെ വഴിപാട് നമുക്ക് എണ്ണയായിട്ടൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ പോകുന്നതാണ് എമ്പ്രാൻ, ഇവിടുത്തെ ഏറ്റവും മുതിർന്ന പുരോഹിതൻ. ഇപ്പം ഗാലറിയൊക്കെ നിറഞ്ഞു തുടങ്ങി, ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. തെയ്യത്തിൻ്റെ സമയമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ഇരിക്കുന്നതാണ് വലിയ തിരുമുടി. ഇവിടെയാണ് തെയ്യത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടും വഴി കാട്ടിക്കൊണ്ടും മുമ്പേ പോകുന്ന കുട വെച്ചിരിക്കുന്നത്. ഇത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ആൽമരമാണ്. ആൽമരത്തിൻ്റെ സൈഡിലോട്ട് ചേർന്നാണ് തെയ്യം തയ്യാറാകുന്നത്. അപ്പോൾ നമ്മുടെ തൂവക്കാളി തെയ്യവും ഇടച്ചാമണ്ടി തെയ്യവും ഇവിടെ പൊതുജനങ്ങളോട് അല്ലെങ്കിൽ അവരുടെ ഭക്തരോട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഭഗവതിക്ക് നേർച്ച കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും നമ്മുടെ ഈ ഗാലറിയും ഈ ഗ്രൗണ്ടും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം ഈ തെയ്യവും തെയ്യത്തിൻ്റെ പരിസര പ്രദേശങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. കാരണം നോർത്ത് മലബാറിൽ അല്ലാത്ത ആൾക്കാർക്ക് ഇതൊരു അത്ര ഒരു പരിചിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ല എന്ന് നമുക്കൊക്കെ കാണാം. ഇവിടെ പാചകം ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ചൂടുവെള്ളം കുടിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഈ പാചകപ്പുര നമുക്കൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തേക്കാന്ന് വെച്ചിരിക്കുന്നത്. കണിക്കൊന്നയൊക്കെ പൂത്ത് ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. കണിക്കൊന്നയുടെ സമയമൊക്കെ ആയി, വിഷുവിൻ്റെ സമയമൊക്കെ ആയല്ലോ. ഈ ഇരിക്കുന്നതാണ് നമ്മളീ പറഞ്ഞ വലിയ മുടി. പക്ഷേ കാക്കോത്ത് ഭഗവതിയുടെ തലയിൽ ധരിപ്പിക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല, അത് ആർക്കുമില്ല. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കിയിട്ടുള്ള മറ്റ് ചടങ്ങുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുതന്നെയല്ല, മറ്റ് ചില ചടങ്ങുകളൊക്കെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള അനുവാദം അവർ തരില്ല കേട്ടോ. അവർ സമ്മതിക്കില്ല. അത് അത്ര സീക്രട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്ക് ദൂരെ അവിടെ ഒരു പീഠം കാണാം. ആ പീഠത്തിൻ്റെ അടുത്തേക്ക് ഭഗവതി വരും. ഭഗവതി ഈ ചമയമുറിയിൽ നിന്ന് ഇറങ്ങി ക്ഷേത്രത്തിന് 3 വലം വെച്ചതിന് ശേഷമാണ് മുടിയേറ്റ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇവിടെ നമ്മൾ തൂവക്കാളി ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നല്ല ചൂട് സമയത്തും എന്ത് ഭക്തജനങ്ങളാണെന്ന് നോക്കുക. ഇതും ഈ കാക്കോത്തുകാവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലുള്ളതല്ല, വളരെ ഉൾപ്രദേശത്ത് ഗ്രാമപ്രദേശത്തുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ്, ഒരു കുടുംബക്ഷേത്രവും കൂടിയാണെന്ന് നോക്കുക. ക്ഷേത്രത്തിൻ്റെ ചുറ്റും പല വഴികളുണ്ട്, നാട്ടുവഴികളുണ്ട്. ഈ നാട്ടുവഴികളിൽ കൂടിയൊക്കെ ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗുരുതി പോലുള്ള എന്തോ ഒരു സംഭവം നടക്കുകയാണ്. ഇതിന് ശേഷമാണ് തിരുമുടി വെപ്പ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും തെയ്യം ഇതുവരെ
ഭഗവതി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുമ്പോൾ നമുക്ക് അത് കാണാം. ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇടതടവില്ലാതെ വിശറികളൊക്കെ അതാ കൂടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഭഗവതി ഇറങ്ങാറായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. നമുക്ക് കാത്തിരിക്കാം. ഇതാ ഭഗവതി ഇറങ്ങിക്കഴിഞ്ഞു. കുട മുമ്പേ പോകും, തൊട്ടു പുറകെ വരുന്നതാണ് ഭഗവതി. സൂക്ഷിച്ചു നോക്കിക്കോണം. കറുത്ത മുഖമുള്ള ഭഗവതി. കണ്ടുകാണല്ലോ. ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. വീണ്ടും അടുത്ത വരവ് വരുന്നത്. ഇത് മൂന്നാമത്തെ വലത്താണ്. ഇതിന് ശേഷമാണ് തിരുമുടി വെക്കുന്നത്. ഇനി തിരുമുടി വെക്കുന്ന ചടങ്ങാണ്. പക്ഷേ നമുക്കത് ഷൂട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റ് കാഴ്ചകൾ ഈ സമയത്ത് കാണാം. തിരുമുടി വെക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഗുരുതി ആണെന്ന് തോന്നുന്നു. അതുപോലെയുള്ള ഒരു ചടങ്ങ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആകാശത്ത് പരുന്തുകൾ, 2 പരുന്തുകൾ ആണെന്ന് തോന്നുന്നു. 2 പരുന്തുകൾ വട്ടമിട്ട് പറക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്. വീഡിയോയിൽ എടുക്കാനും മാത്രമുള്ള കാഴ്ചയിൽ നമുക്കത് കിട്ടുന്നില്ല. അങ്ങനെ ഭഗവതിക്ക് തിരുമുടി വെക്കുന്ന ചടങ്ങ് കഴിഞ്ഞ് ഇനി എഴുന്നള്ളത്താണ്. നമുക്ക് നോക്കിയിരിക്കാം. ആ തിരുമുടിയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ. ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത്. അതിൻ്റെ 30 അടി കൂടുതൽ ഉയരമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
രണ്ടാമത്തെ വലത്താണ് വരുന്നത് കേട്ടോ. നോക്കിയിരുന്നത് സൂക്ഷിച്ചു നോക്കാം. ഭഗവതി വലിയ മുടിയൊക്കെ വെച്ചിട്ട് വരുന്നത് നമുക്ക് കാണാം. നമുക്ക് ഈ മൂന്നാമത്തെ വലത്തിന് അല്പം പുറകെ പോകാം കേട്ടോ, ഭഗവതിയുടെ പുറകെ. നമ്മളെ സുഹൃത്തുക്കൾ ആ ഗ്യാലറിയിലൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരും വളരെ ക്ഷീണിതരുമായിട്ടുണ്ട്. ഇനി ഇതോടുകൂടി നമ്മുടെ ഭഗവതിയെ കാണുന്ന ആ ചടങ്ങ് നമ്മൾ തീർക്കുകയാണെങ്കിൽ നമുക്ക് പതിയെ പുറത്തേക്ക് പോവാം. ഇപ്പോൾ ലഞ്ച് ഉച്ചഭക്ഷണത്തിൻ്റെ സമയമാണ്. ഉച്ചഭക്ഷണം കഴിച്ച് വേണം നമുക്ക് പതിയെ പിരിയാം. ഞങ്ങൾ റോഡിലേക്ക് എത്തി. അപ്പോൾ ഈ തെയ്യത്തിനോടനുബന്ധിച്ചുള്ള ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. തെയ്യത്തിൻ്റെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തരാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ശ്രീ കാക്കുന്നത്ത് കാവ് ഭഗവതിയുടെ ഈ മണ്ണിൽ നിന്നും നന്ദി, നമസ്കാരം.